ഒരിക്കലും അല്ലാഹു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും കഴിയും. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വാലിഹീങ്ങളുടെ പ്രവർത്തനമാക്കി അല്ലാഹു മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് കഴിഞ്ഞാൽ ദാഹിച്ചുകൊണ്ട് മരണപ്പെടുമ്പോൾ റൂഹ് പിടിക്കുമ്പോൾ വല്ലാത്ത വേദനയാണ്, തീർന്നില്ല. രണ്ടാമത്തെ ഘട്ടത്തിൽ മരിക്കുന്ന സമയത്തുള്ള മൂന്നാമത്തെ ശിക്ഷ, മൂന്നാമത്തെ പാരിതോഷികമേരാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യഖാഫു അലൈഹി മിൻ സവാലിൽ ഈമാൻ, യഖാഫു അലൈഹി മിൻ സവാലിൽ ഈമാൻ. ഈമാൻ ഊരപ്പെട്ടു പോകുന്നതിന് അവന് ഭയപ്പെട്ടു കൊള്ളട്ടെ. ഈമാൻ ഊരപ്പെട്ടു പോകുന്നതിന് അവന് ഭയപ്പെട്ടു കൊള്ളട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ സഹോദരങ്ങളെ, മുസ്ലിമായി ജനിച്ച് അൽഹംദുലില്ലാഹ് ആരും ആവശ്യപ്പെട്ട് അല്ലാഹ് തന്നതല്ല. ലൂത്ത് നബിയുടെ ഭാര്യക്കോ നൂഹ് നബിയുടെ പൊന്നുമോനോ നബി തങ്ങളുടെ മൂട്ടാപ്പയ്ക്കോ അല്ലാഹ് കൊടുക്കാത്ത ഏറ്റവും വലിയ അമൂല്യമായ ഒരു സ്വത്തല്ലേ അല്ലാഹു തന്നത് ഈമാൻ. ഈമാൻ എന്ന് പറയുന്ന അമൂല്യമായ സ്വത്ത് അല്ലാഹു നമുക്ക് നൽകിയിരിക്കാം. എന്നാൽ അത് നഷ്ടപ്പെട്ടു പോകാൻ നമ്മൾ സൂക്ഷിക്കണം. നിസ്കാരം ഇല്ലാത്തവർ ഈമാൻ ഇല്ലാതെ മരണപ്പെട്ടു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ സഹോദരങ്ങളെ, ഇത്രത്തോളം പ്രാമുഖ്യമുള്ള ഒരു ഇബാദത്ത് വേറെ ഏതാ? ഏറ്റവും കൂടുതൽ ഒരു ഇബാദത്തിന് അല്ലാഹു പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ ഇബാദത്തിന് എത്രത്തോളം പ്രാധാന്യമല്ല കൊടുക്കോ അത്രത്തോളം ആനുകൂല്യമല്ല കൊടുക്കും. ആനുകൂല്യമല്ല കൊടുക്കും. സക്കാത്ത് നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ കൊടുത്താൽ മതി പൈസ. ഹജ്ജിന് നിനക്ക് കഴിവുണ്ടെങ്കിൽ പോയാൽ മതി. നോമ്പ് നിനക്ക് കഴിവുണ്ടെങ്കിൽ പിടിച്ചാൽ മതി. നിസ്കാരം അങ്ങനെയല്ല. നിനക്ക് യാത്ര പോകണം, എന്നാൽ അതിനുള്ള മാർഗം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. നിന്ന് നിസ്കരിക്കാൻ നിനക്ക് കഴിവില്ല, ഇരുന്ന് നിസ്കരിക്കോ. അതിന് കഴിവില്ലെങ്കിൽ കിടന്ന് നിസ്കരിച്ചോ. എന്തായിരുന്നാലും നിന്റെ ബുദ്ധി അവശേഷിക്കുന്നിടത്തോളം കാലം നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ നിനക്ക് കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആനുകൂല്യം ഏറ്റവും കൂടുതലുള്ള ഒരു ഇബാദത്താണ് നിസ്കാരം. എന്തുകൊണ്ടാണ്? അതിന് ഏറ്റവും കൂടുതൽ ഗൗരവമുള്ളതിന്റെ പേരിലാണ്. അതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ നമ്മൾ കാത്തു സൂക്ഷിച്ചോ. അല്ലാഹു നമുക്ക് മൂമിനായി മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്കിൽ നമ്മൾ നിസ്കാരത്തെ നമ്മൾ മുറുകെ പിടിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അത് കഴിഞ്ഞാ ചുരുക്കി പറയുകയാണ്, അത് കഴിഞ്ഞാ മനുഷ്യനെ മരണപ്പെട്ടു. ആ മനുഷ്യൻ ഈമാനില്ലാതെ മരണപ്പെട്ടു. അവനെ നേരെ ടാങ്ങിയെടുത്തതാ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി 3 കഷണം തുണിയിൽ പൊതിഞ്ഞ് 3 കെട്ടും കെട്ടിയിട്ട് 6 കാലുള്ള കട്ടിലെടുത്ത് കിടത്തിയിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് അവന്റെ സഹോദരങ്ങള് അവിടെ നിന്ന് 2 കാല് ചുവടങ്ങോട്ട് വെച്ച് മാറിപ്പോകുമ്പോ അതാ കടന്നു വരികയാണ്. ആരാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ആ ഖബറിൽ ഇന്റർവ്യൂവിന് വേണ്ടി മലക്കുകൾ വരുമത്രേ. അവിടെയാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. അവിടെ വെച്ചാണ് ജീവിതം തുടങ്ങുന്നത്. അതുവരെ ഇതിപ്പോ നമ്മുടെ ജീവിതം അല്ല, ഒരു പരിശീലനമാണ്. നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത് ഖബറിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖബറിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒന്നാമരാകിട്ട് നിസ്കാരപ്പനസാരവൽക്കരിച്ചവർക്ക് അല്ലാഹു കൊടുക്കുന്നത് 3 ശിക്ഷകളാണ് ഖബറിൽ കൊടുക്കുന്നത്. 3ാമത്തെ ഘട്ടമാണ്. അതിൽ ഒന്നാമത്തെ ഏതെന്നറിയോ? യലീഖു അലൈഹി സുആൽ മുൻകരിൻ വനകീർ. മുൻകർ നകീറിന്റെ ചോദ്യത്തെ അല്ലാഹു തആല മറുപടി കൊടുക്കാൻ കഴിയാതെ ഇടുക്കമാക്കി കളയുന്നതാണ്. മുൻകർ നകീറിന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ കഴിയാതെ അവന്റെ ഖബറിൽ അല്ലാഹു തആല ചോദ്യങ്ങൾ ഇടുക്കമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവന് മറുപടി കൊടുക്കാൻ പറ്റൂല. ഈ മറുപടി കൊടുത്താലല്ലാതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. ഈ മറുപടി കൊടുക്കാതെ ഒരാൾക്ക് പോലും രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെ എന്തൊക്കെ പഠിച്ചു വെച്ചാലും എന്തൊക്കെ നമ്മൾ ചെയ്താലും മുൻകർ നകീർ ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുത്താൽ മാത്രം നമ്മൾ രക്ഷപ്പെടും. ഇല്ലെങ്കിലോ ഒരിക്കലും രക്ഷപ്പെടൂല. എന്റെ സഹോദരങ്ങളെ, വേറെ എവിടെയും നമ്മൾ കൂട്ടത്തിന് ആളുണ്ട്. ഉസ്മാൻ തങ്ങൾ കരഞ്ഞത് ഏറ്റവും കൂടുതൽ ഖബറിനെ പറ്റി കേൾക്കുമ്പോഴാണ്. നരകത്തെ പറ്റി പറയുമ്പോഴേ ഉസ്മാൻ തങ്ങൾ കരയുമെങ്കിലും, മഹ്ശറയെ പറ്റി പറയുമ്പോൾ ഉസ്മാൻ തങ്ങൾ കരയുമെങ്കിലും അത്രത്തോളം വലിയ കരച്ചിലുണ്ടാകിരുന്നില്ല. എന്നാൽ ഖബറെന്ന് കേൾക്കുമ്പോ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരിൽ 3ാമനായ മുത്തുനബിയുടെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചിരുന്ന സ്വർഗത്തിലൊരു കൂട്ടുകാരൻ എനിക്കുണ്ട്. ലികുല്ലി നബിയിൻ റഫീഖും ഫിൽ ജന്നതി വറഫീഖി ഫിൽ ജന്നതി ഉസ്മാൻ. സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരൻ ഉസ്മാനാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ആ ഉസ്മാൻ തങ്ങൾ ഖബറിനെ പറ്റി പറയുമ്പോൾ കരയുന്നു, ഖബർ കാണുമ്പോൾ കരയുന്നു.
ചോദിച്ചു, എന്താ നരകത്തെ പറ്റി പറയുമ്പോഴും മഹ്ശറയെ പറ്റി പറയുമ്പോഴും ഇത്രത്തോളം കരച്ചിലും എത്രത്തോളം വിഷമവും ഇല്ലല്ലോ, പിന്നെന്താ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഖബറിനെ പറ്റി പറയാൻ മാത്രം ഇത്ര വിഷമം? ഉസ്മാൻ തങ്ങൾ പറഞ്ഞെന്താണ്? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നരകത്തിലാണെങ്കിൽ കുന്തു ഫിന്നാരി കുന്തു മഅന്നാസ്, ഞാൻ ജനങ്ങളോടൊപ്പമാണ്. ഒരുപാട് പേര് നാളെ നരകത്തിൽ കാണുമല്ലോ, നരകത്തിൽ ഒരുപാട് പേരുണ്ടാകും, ഞാൻ അവരോടൊപ്പമല്ലേ. അപ്പൊ എന്തായാലും ഒറ്റയ്ക്കല്ല. മഹ്ശറയിലോ കോടാനുകോടി സൃഷ്ടിജാലങ്ങളെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമ്പോ അവിടെയും ഞാൻ ഒറ്റയ്ക്കല്ല. പക്ഷേ ഇൻകുന്തു ഫിൽ കബരി കുന്തു വഹീദാ, ഞാൻ കബറിലാണെങ്കിൽ ആ കബറിൽ ഞാൻ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്, ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് എന്ന് ഉസ്മാൻ തങ്ങൾ പറഞ്ഞെങ്കിൽ അവിടെ മറുപടി കൊടുത്താൽ മാത്രമേ എനിക്ക് അങ്ങോട്ട് രക്ഷപ്പെടാൻ കഴിയൂ. അവിടെ പരാജയപ്പെട്ടു പോയാൽ പിന്നെ ഞാൻ പരാജയത്തിലാണ് എന്ന് ഓർത്തുകൊണ്ട് ഉസ്മാൻ തങ്ങൾ കരഞ്ഞെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അവിടെ രക്ഷപ്പെട്ടാൽ പിന്നെ രക്ഷപ്പെട്ടു എന്നാണ്. അവിടെ വാക്കാണ് ഉദ്ധരിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവിടെ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെ, അവിടെ പരാജയപ്പെട്ടു പോയാൽ തീർന്നു, അവിടെ പരാജയപ്പെട്ടു പോയാൽ തീർന്നു. എന്റെ സഹോദരങ്ങളെ, അതിന് നമുക്കവിടെ മറുപടി കൊടുക്കാൻ കഴിയും. ആ മറുപടി ഒരു മനുഷ്യന് ഇടുക്കമാക്കപ്പെടുന്നത് എപ്പോഴാണ്? നിസ്കാരത്തെ അവന് ഗൗനിക്കാതിരിക്കുമ്പോഴാണ്. അതാണ് ഖബറിലെ ഒന്നാമത്തെ ശിക്ഷയെങ്കിൽ. രണ്ടാമത്തെ ശിക്ഷ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തസ്തദ്ദു അലൈഹി ളുൽമത്തുൽ ഖബരി, തസ്തദ്ദു അലൈഹി ളുൽമത്തുൽ ഖബരി, ഖബറിന്റെ ഇരുളിനെ അല്ലാഹു ശക്തമാക്കുന്നതാണ്. ഖബറിന്റെ ഇരുളിനെ അല്ലാഹു ശക്തമാക്കും. എന്റെ സഹോദരങ്ങളെ, ഖബറിനകത്ത് വല്ലാത്ത കുറ്റിരിട്ടല്ലേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് അരമണിക്കൂർ പവർ കട്ടായാൽ നമ്മൾ എല്ലാവരെയും തെറി വിളിക്കും. നാളെ ഖബറില് ഇരുളാണ് ഖബർ. അള്ളാഹു നമ്മുടെ ഖബറുകളൊക്കെ പ്രകാശിപ്പിക്കട്ടെ. എന്നാൽ നിസ്കാരമില്ലാത്ത ഒരു മനുഷ്യന്റെ, നമസ്കാരത്തെ ഗൗനിക്കാത്ത ഒരു മനുഷ്യന്റെ ഖബറിന്റെ ഇരുട്ടിനെ അള്ളാഹു ശക്തമാക്കുമെന്നാണ്. എന്തൊരവസ്ഥയായിരിക്കും! അതിനെപ്പറ്റി ആര് ചിന്തിക്കൂല എന്റെ പ്രിയപ്പെട്ടവരെ? ഇന്ന് ചിന്തിക്കാനുള്ള സമയമില്ല, നമുക്ക് ഖബറിനെ പറ്റി ചിന്തിക്കാനുള്ള സമയമില്ല. ആ സമയങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ദുനിയാവിന്റെ പുറകെ പരക്കം പായാൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ ഖബറിന്റെ ഇരുളിനെ അള്ളാഹു ശക്തമാക്കും. ഖബറിന്റെ ഇരുളിനെ അല്ലാഹു ശക്തമാക്കും. അത് കഴിഞ്ഞു മൂന്നാമത്തെ ശിക്ഷ ഖബറിൽ അല്ലാഹു കൊടുക്കും. എന്തെന്നറിയോ? യലീഖു ഖബറുഹു ഹത്താ തല്ലമ്മ അൽലാഉഹു, യലീഖു ഖബറുഹു ഹത്താ തല്ലമ്മ അൽലാഉഹു, അവന്റെ വാരിയിൽ കോർക്കത്തക്ക രീതിയിൽ അല്ലാഹു ഖബറിനെ അങ്ങ് ഞെരുക്കുന്നതാണ്. വാരിയല് കോർക്കത്തക്ക രീതിയിൽ അള്ളാഹു ഖബറിനെ അങ്ങ് ഞെരുക്കുമെന്ന് ആദരവായ പ്രവാചകൻ പഠിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാരിയല് കോർക്കത്തക്ക രീതിയിൽ അള്ളാഹു ഖബറിനെ ഞെരുക്കും. ഖബറിന്റെ ഒരു തനിക്കുണമാണ് എല്ലാവരും ഞെരുക്കാന്നുള്ളത്. ഖബർ എല്ലാവരെയും ഞെരുക്കും, ആരെയും ഞെരുക്കാതിരിക്കൂല. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അങ്ങനെ ഞെരുക്കാതിരിക്കണമായിരുന്നെങ്കിൽ സഅദ് മുആദിന്റെ ജനാസയോട് ആ ഖബർ അങ്ങനെ ചെയ്യരുതായിരുന്നു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ നേതാവെന്ന് വിശേഷിപ്പിച്ചയാൾ ആ സഅദ് റളിയല്ലാഹു അൻഹു. നിങ്ങളുടെ നേതാവാണ് സഅദ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ആ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ചുമക്കാൻ മാലാഖമാരുടെ അനുസ്യൂത പ്രവാഹം വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പോലും തള്ളവിരൽ ഊന്നിയിട്ടാണ് ഈ സഅദിന്റെ ജനാസ ചുമന്നുകൊണ്ടുപോയത്. എന്തുകൊണ്ടാണ്? മാലാഖമാരിറങ്ങി ഈ സഅദിന്റെ ജനാസ ചുമന്നപ്പോൾ റസൂലുള്ളാഹിക്ക് ചവിട്ടാനുള്ള സ്ഥലമില്ല. അത്രത്തോളം മഹത്വം ഉണ്ടായിരുന്ന സഅദ് റളിയല്ലാഹുവിന്റെ ജനാസ ഖബറിൽ കൊണ്ടുവച്ചപ്പോൾ റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ് ചൊല്ലിയ അത്ഭുതങ്ങൾ കാണുമ്പോൾ ചെല്ലുന്നത്. അത് കേട്ട സഹാബത്തും ചൊല്ലി. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. കാര്യം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞാൻ സഅദിന്റെ ജനാസയിലേക്ക് നോക്കിയപ്പോൾ സഅദിന്റെ ജനാസയോട് ഖബർ തനിക്കുണം കാണിച്ചു. ആ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ എങ്ങനെയാണ്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ ഖബറിന്റെ ഞെരുക്കത്തിന്ന്, ഖബറിന്റെ ഇടുക്കത്തിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് നിസ്കാരത്തെ മോശമായിട്ട് നമ്മൾ കാണാൻ പാടില്ല. എന്നാൽ നാളെ ഖബറിലേക്ക് എടുത്ത് വെക്കുമ്പോൾ എന്റെ സഹോദരങ്ങളെ, ആ ഖബർ നമ്മുടെ വാരിയെല്ലുകൾ കോർക്കത്തക്ക രീതിയിൽ അള്ളാഹു ഞെരുക്കിക്കളയും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ അവസ്ഥയിൽ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇനിയുള്ളത് ആഖിറത്തിലുള്ള 3 ശിക്ഷകളാണ്.
ഞാൻ ഓടിച്ചങ്ങ് പോവാണ്. ഇവിടെ വന്ന സഹോദരിമാരെ, അല്ലാഹു തആല എന്തായിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്ക് ഒരു വാക്ക് പറയാനുണ്ട്. സഹോദരങ്ങളോടും സഹോദരിമാരോടും, ഇവിടെ വന്നവർ ഒരിക്കലും നരകത്തിൽ പോകില്ല. അത് ഉറപ്പിക്കാം. എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ സഹാബത്തിനോട് പറഞ്ഞു, ദുനിയാവില് 3 സ്വർഗീയ പൂങ്കാവനങ്ങളുണ്ട്. അതിലൂടെ നിങ്ങൾ നടന്നു പോയാൽ ഒന്ന് കയറി മേഞ്ഞിട്ട് പോകണം, അതിനകത്ത് കയറി ഒന്ന് ഇരുന്നിട്ട് പോകണം. 3 വിശദീകരിച്ചു കൊടുത്തു. അതിൽ ഒന്നാണ് മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഇൽമിന്റെ മജ്ലിസ്. ഇത് സ്വർഗത്തിന്റെ ഒരു തോപ്പ. ഇവിടെ ഇരുന്ന് ഒരാൾ മരിച്ചു പോയാൽ ഉറപ്പാണ് അയാൾ സ്വർഗാവകാശിയാണ്. കാരണം എന്താ? അള്ളാന്റെ സ്വർഗത്തിന്റെ ദുനിയാവിൽ ഒരു തോട്ടത്തിരുന്നാണ് മരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾ നടന്നു വന്ന വഴിയിൽ ആരെങ്കിലും വീണ് മരിച്ചു പോയാൽ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഇൽമു പഠിക്കുന്ന ഒരു വഴിയിലേക്ക് പോകുമ്പോ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സ്വർഗമാകുന്ന ഇവിടെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം കിട്ടിയവർക്ക് ഒറിജിനാലിറ്റിയുള്ള സ്വർഗത്തിൽ എന്തായാലും പോകാൻ കഴിയും, അതിൽ സംശയമില്ല. അതുകൊണ്ട് ഇവിടെ വന്നവരൊക്കെ രക്ഷയുള്ളവരാണ്. അല്ലാഹു തആല അങ്ങനെ ആക്കട്ടെ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ജീവിതവും അങ്ങനെ തന്നെ അല്ലാഹു ആക്കി മാറ്റുമാറാകട്ടെ.